എൻ്റെ മോളല്ലേ ഇത്, എൻ്റെ ഭാര്യ, അതായത് എൻ്റെ മോള് 2-ാം മാസം ഗർഭിണിയായ സമയത്ത് ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടി ഈ പോയല്ലേ ഇനി ഡിസ്ചാർജ് ആത്ത ദിവസം രാവിലെ വന്നിട്ട് എന്നൊക്കെ എല്ലാവർക്കും ചായ മായത്തിലാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാസ്ക് എടുത്ത് ഇറങ്ങിയില്ല ഇനി കുഞ്ഞിനിപ്പോൾ 9 മാസമായി. ആ ഫ്ലാസ്ക് എടുത്തുണ്ടായേ അതിലിടയ്ക്ക് ഇനി ജനന സർട്ടിഫിക്കറ്റ് പേരിഞ്ഞ് ചേർത്ത എന്തെന്നാ കുഞ്ഞിക്കണ്ണേട്ടാ പ്രശ്നം? വെറുതെ നിങ്ങൾ ഒച്ചയും പോള അങ്ങ് റോഡ് വരെ കേൾക്കാലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മോളെ ഭർത്താവല്ല അത്. അയ്യയ്യയ്യേ ഈ കാര്യങ്ങളിൽ അറിയാക്കണം കുട്ടാ. ഇരിക്കും കേൾക്കുന്ന ആള് വേണം. ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വന്നിട്ട് കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് പേരങ്ങ് ചേർത്താൽ ഗർഭിണിയായ അന്ന് മുതൽ ഉള്ള വേദനയും കഷ്ടപ്പാടും എല്ലാം എൻ്റെ മൂക്ക് കാണിക്കാൻ പോകുന്ന കഷ്ടപ്പാട് തീർത്തു എനക്കും. അതിൻ്റെ ഇടയ്ക്ക് പേരിൻ്റെ കൂടി ബാല്യ പോലെ ഈ നായിൻ്റെ പേര് ശശി. അച്ഛൻ്റെ പേരിൽ ഇപ്പൊ പേരിൻ്റെ കൂടി ഇടുന്നതല്ലേ? അല്ല ഫുള്ള് പേരെന്നാന്ന് പറയാറ് നിങ്ങൾക്ക്? ഈ പൈതല് പോലത്തെ കുഞ്ഞിൻ്റെ പേര് കേൾക്കണമെങ്കിൽ അംബുജം ശശി കുണ്ടിരപ്പറമ്പത്ത്. പിന്നെ കൊല്ലണ്ട ഞാൻ നായന അംബുജല്ല അച്ഛാ, അമ്മൂല്യ ശശി കുണ്ടിരപ്പറമ്പത്ത്.